പ്രിയൻ സാറ് പറഞ്ഞിരുന്നു ഓളം തീരും സിനിമ പഴയത് കാണരുത്, നിങ്ങളത് കണ്ടിട്ട് വരരുത്. പ്രിയൻ സാറ് തന്നെ അദ്ദേഹത്തിന് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം വന്നത് ഈ ഒരു ഓളവും തീരവും വായിച്ചപ്പോഴത് എപ്പോഴെങ്കിലും റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പ്രേമിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ക്രിഞ്ചായിരുന്നു. പുറത്തുനിന്നുള്ളവർക്ക് അത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും, പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഫിലോമിന ചേച്ചി ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ സുരഭി ചെയ്തു തരണം. അപ്പം എനിക്ക് ഏതാ ക്യാരക്ടർ എന്ന് അപ്പം ഞാൻ ഫിലോമിന ചേച്ചി ചെയ്ത ക്യാരക്ടർ എന്തോ കോമഡിയൊക്കെ ആയിരിക്കും. ഒരു 67 വയസ്സുള്ള ദുർഗയുടെ അമ്മയായിട്ട്, നബീസയുടെ ദുർഗയുടെ അല്ല നബീസയുടെ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നബീസ വലിയൊരു നബീസ. അപ്പം ഞാൻ സമാധാനിച്ച്, പാപ്പയുടെ സ്റ്റൈലാണ് അവള്. സ്വിച്ച് ഇട്ട പോലെ ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറയും. എന്നിട്ട് സ്വിച്ച് ഇട്ട പോലെ ആള് അഭിനയിക്കും, കട്ടു പറഞ്ഞാൽ ഞാൻ അത് പോകും. അങ്ങനെ എന്തോ ഒരു മാജിക് ഉണ്ട് ആൾക്ക്. നരൻ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു സീന്, ഒരു ഡയലോഗ്, ഒരു സീനാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. നമസ്കാരം. MT വാസുദേവൻ നായരുടെ 9 ചെറുകഥകളെ ആസ്പദമാക്കി ഒരു ആന്തോളജി ചിത്രം പുറത്തിറങ്ങുകയാണ്. OTT റിലീസായി മനോരഥങ്ങൾ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മനോരഥങ്ങളിലെ ഒരു സെഗ്മെൻറ്റായ ഓളവും തീരവും അതുമായി ബന്ധപ്പെട്ട കലാകാരന്മാരും കലാകാരികളുമാണ്. സ്വാഗതം. ദുർഗ, സുരഭി, ജയരാജൻ സാർ. ആദ്യം തന്നെ പറയാലോ, ഇതൊരു മറ്റ് 8 കഥകളെയും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കഥയാണ്. ഈ ഒരു സെഗ്മെൻറ്റാണ് ഓളവും തീരവും. ഒന്നാമത്തെ കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ജയരാജ് സാറിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ കുറെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്, പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് ശരിക്കും പ്രിയദർശൻ സാറുമായിട്ടുള്ള ഒരു? എനിക്ക് പ്രിയൻ സാറുമായിട്ട് അധികം സംസാരിക്കാനും ഇതാക്കാനും പറ്റിയില്ല. ഒന്നാമത് സന്ധ്യാസമയത്താണ് നമ്മളെ ഷോർട്സ് മുഴുവൻ കിടക്കുന്നത്. രാത്രി പിന്നെ കുറച്ച് മാത്രമേ പകൽ കിട്ടിയുള്ളൂ. പിന്നെ അതുപോലെ ഗ്രൂപ്പ് എല്ലാം കൂടെ അതിനൊക്കെ എനിക്ക് പ്രിയൻ സാറായിട്ട് കൂടുതൽ സമയം കിട്ടിയില്ല. പക്ഷേ നമ്മുടെ നായകനായിട്ട് കുറേ നേരിട്ട് കണ്ടുതാക്കാനുള്ള ഒരുപാട് ലെജൻഡറി സംവിധായകരുടെ കൂടെ അഭിനയിച്ച ഒരു പ്രതിഭ കൂടിയാണ്. ഇപ്പം അറിയപ്പെടാതെ പോയ കഥാപാത്രങ്ങൾ നിരവധി ഉണ്ടെങ്കിലും നല്ല നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച കഥാപാത്രങ്ങളും സാറിന് ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഓളവും തീരവിലേക്ക് വരുമ്പം മമ്മൂക്കയെ പോലുള്ള ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാനും പറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പടം കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് നമ്മുടെ വേറൊരു തലമുറ അഭിനയിച്ച് വെച്ച സിനിമ വീണ്ടും ചെയ്യാനുള്ള അവസരം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പഴയ പടം കാണാൻ, ഇത് വിവരം അറിഞ്ഞ പാട് തന്നെ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് പഴയ പടം പോയി എടുക്കാനും കാണാനും, അപ്പോൾ അതിൽ അവരെ അഭിനയിച്ചതും അവർ ചെയ്തതുമായ കാര്യങ്ങൾ കാണാനുള്ള എക്സ്പീരിയൻസ് കിട്ടിയതിനെ കൊണ്ട് അതൊരു പ്രത്യേക ഒരു സുഖമായിരുന്നു. ബാക്കി പറയും, ഞാൻ അത് വളരെ സുഖമായിട്ട് തോന്നിയ, പ്രത്യേകിച്ച് സംഭാഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ. കാരണം സാധാരണ MT സാറിൻ്റെ പടം, MT സാറിൻ്റെ ഡയലോഗ്സൊക്കെ പിന്നെ ഇവിടെ ഈ നമ്മുടെ ഈ ഇവിടെ ഉള്ളതാണല്ലോ സാറിൻ്റെ നാട്ടിലുള്ള, ഇത് മലബാർ സ്റ്റൈലിലും മുസ്ലിം ഭാഷയും ഒക്കെ അതിനെ കൊണ്ട് ഈസി ആയിട്ട് സംസാരിക്കാനും പറയാനുള്ള അവസരങ്ങൾ കിട്ടിയതാണ്. 69 ഇറങ്ങിയൊരു സിനിമയാണ് ദുർഗ. അതിനകത്തിൽ അഭിനയിച്ചത് ലെജൻഡറി ആക്ടേഴ്സാണ്. മധു ആണ് മെയിൻ ലീഡ് അഭിനയിച്ചത്. അതുപോലെ തന്നെ അതെ, നമ്മൾ ഒരു സിനിമൻ്റെ അഡാപ്റ്റേഷൻ വീണ്ടും റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ആണ് അതിനകത്തിൽ. കമ്പയർ ചെയ്യപ്പെടും, അഭിനയം കമ്പയർ ചെയ്യപ്പെടും, സംഭാഷണം കമ്പയർ ചെയ്യപ്പെടും. എങ്ങനെയാണ് ആ ഒരു ബാലൻസ് ചെയ്യാൻ പറ്റിയത് എന്ന് തോന്നുന്നത്? ഇല്ല, എനിക്ക് ഈ കമ്പയർ ചെയ്യപ്പെടുമോ അങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം കഥ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ 2 ഓളവും തീരവും ചെയ്യുമ്പോൾ, പഴയതും പുതിയതും ചെയ്യുമ്പോൾ കഥ MT സാറിൻ്റെ ഓളവും തീരവും തന്നെയാണ്. അപ്പം ഇതിനകത്ത് 2 രീതിയിലാണ്. ഇപ്പം പ്രിയൻ സാറ് ഡയറക്റ്റ് ചെയ്യുന്നത് സാറിൻ്റെ രീതിയിൽ പഴയതുമായിട്ട് അതേപോലെ ആയിരിക്കില്ല, വേറെ തന്നെ ഒരു സിനിമയായിരിക്കും. പ്രിയൻ സാറിൻ്റെ പഴയത് അതേപോലെ ഇങ്ങനെ എടുത്ത് വെക്കുന്നതല്ല. സ്ക്രിപ്റ്റ് ഒന്നാണ്, പ്രിയൻ സാറിൻ്റെ രീതിയിൽ ഡയറക്റ്റ് ചെയ്യുന്നുള്ളൂ. എനിക്ക് കമ്പയർ ചെയ്യുന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കൂടുതലും ഞാൻ സത്യം പറയുന്നത് എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഏറ്റവും ലെവലിൽ കൂടുതൽ നിൽക്കുന്ന എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് അതിനകത്ത് ബാക്കി കമ്പയർ ചെയ്യുക അങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോയിട്ട് പ്രിയൻ സാർ നമുക്ക് പറഞ്ഞു എങ്ങനെയാണ് എന്താ വേണ്ടതെന്നുള്ളതൊക്കെ. പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ
സാറ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കൈയടിച്ചതും ചേച്ചി ഇങ്ങനെ കാണിച്ചതും അതെന്താന്ന് വെച്ചാൽ ഇപ്പം പ്രിയൻ സാറ് ഇപ്പം നമ്മൾ കൺഫേം ആയി നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാം ആയി കഴിഞ്ഞപ്പോൾ പ്രിയൻ സാറ് പറഞ്ഞിരുന്നു ഓളം തീരവും സിനിമ പഴയത് കാണരുത്, നിങ്ങളത് കണ്ടിട്ട് വരരുത്, കഥയെ പോലെ നമ്മൾ ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് കണ്ടിട്ട് വരരുത് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രിയൻ സാറിനോട് സംസാരിക്കുന്ന കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഞാൻ ആദ്യം സംസാരിക്കുന്നത് സുധീരേട്ടനോടത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ചേച്ചി ഇച്ചിരി നേരത്തെ സംസാരിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചേച്ചി സാറ് പറഞ്ഞതുപോലെ ഒക്കെ അനുസരിച്ച് വന്ന് ഞാൻ കണ്ട് അതിനെപ്പറ്റി നമ്മൾ നേരത്തെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ഞാൻ കണ്ടിട്ടൊക്കെയാ പോയത്. രണ്ടുപേരും അപ്പൊ ഇപ്പൊ എനിക്കൊരു കൂട്ടായി. സാറും കണ്ടിട്ടുണ്ടല്ലോ, നമ്മളോട് കാണാണ്ട് നമ്മളോട് കാണാണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെ കാണരുത് എന്ന് പറയുമ്പോൾ കാണാനൊരു എക്സൈറ്റ്മെന്റ് കൂടുമല്ലോ. ഞാൻ എന്നോട് പറഞ്ഞു, പിന്നെ എന്നടുത്ത് പറഞ്ഞു. അപ്പൊ എന്റെ ഉള്ളിൽ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ കണ്ടും പോയി, ഇനിയിപ്പോ എന്ത് പറയും, ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ അങ്ങനെ പക്ഷെ ഞാൻ കണ്ടു, നേരത്തെ കണ്ടുപോയി. സാറ് പറയുന്നതിന് മുമ്പ് ഞാൻ കണ്ടു കാണുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ ചോദിച്ചു. അനുസരിച്ച് വന്ന കുട്ടി ഒരാളേ ഉള്ളൂ. ട്രെയിലറിനകത്തില് മോഹൻലാലിന്റെ ആ ഒരു വാപ്പൂട്ടി എന്ന് പറയുന്ന ആ ഒരു തൊട്ടു മുമ്പുള്ള ഒരു സീന് സുരഭിയുടെയാണ്. ആരാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ആ കഥാപാത്രത്തെ അബ്സോർബ് ചെയ്തത്? അതിനു മുമ്പ് ഇപ്പോൾ ഈ സിനിമയിൽ ഈ ഒരു ആന്തോളജി വരുന്ന സമയത്ത് ഒരു സിനിമയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആക്ടറിനെ വേറൊരു സിനിമയിൽ വേറൊരു കഥയിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ആദ്യം എനിക്ക് പറഞ്ഞിരുന്നത് കുട്ടിയെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അത് ഞാൻ മുന്നേ നാടകങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രശാന്ത് നാരായണൻ അദ്ദേഹം MT സാറിൻ്റെ കഥകൾ നാടകങ്ങൾ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ കുട്ടിയെടുത്തിയും അതുപോലെ തന്നെ ഉണ്ണിയാർച്ചയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തോ ആ ഒരു ക്യാരക്ടർ പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് ആ കഥ അവർ ഷോട്ട് ചെയ്ത സമയത്ത് ആ കഥ മാറിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ ജയരാജ് സാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം, ആൾക്കൂട്ടത്തിൽ തനിയെന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ആ സിനിമയിലാണ് പിന്നെ സീതാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു തറവാടിയായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് അഭിനയിച്ചത്. കുട്ടി അതെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പ്രിയൻ സാറ് ഇതിൽ 2 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓളവും തീരവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൽ എനിക്ക് ഫിലോമിന ചേച്ചി ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടർ സുരഭി ചെയ്ത് തരണം. അപ്പോൾ എനിക്ക് ഏതാ ക്യാരക്ടർ എന്ന് അപ്പോൾ ഞാൻ ഫിലോമിന ചേച്ചി ചെയ്ത ക്യാരക്ടർ എന്തോ കോമഡിയൊക്കെ ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ ബീബാത്തു എന്നുള്ള ക്യാരക്ടറാണ്. അത് പണ്ട് ചെയ്ത ഒരു മധുസാറും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സിനിമയുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് വരരുത്, അത് കണ്ടിട്ട് വന്നാൽ എനിക്ക് മനസ്സിലാകും, അപ്പോൾ അത് കണ്ടിട്ട് വരരുത്. അപ്പോൾ എനിക്ക് പേടിയായി എന്താണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കണ്ടിട്ട് വരണ്ട. അപ്പോൾ ഞാൻ വന്ന സാറ് സ്ക്രിപ്റ്റ്, അപ്പോൾ സാറ് സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് അത് അവിടേക്ക് ചെല്ലുന്നത്. ചോദ്യം നമ്മൾ വിട്ടുപോയി. അപ്പോൾ ഇവരെല്ലാവരും കണ്ട് നല്ല എക്സ്പീരിയൻസ് കുട്ടികളായിട്ട് വന്നു. ഞങ്ങളത് അറിയില്ലോ സാർ, നിങ്ങൾ പറഞ്ഞ എനിക്കറിയില്ല. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളാണ്. ഒരു 67 വയസ്സുള്ള ദുർഗയുടെ അമ്മയായിട്ട്, നബീസയുടെ ദുർഗയുടെ അല്ല നബീസയുടെ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നബീസ വലിയൊരു നബീസ. അപ്പം ഞാൻ സമാധാനിച്ച്, പാപ്പയുടെ സ്റ്റൈലിലാണ് അവളിത്, പാപ്പയെപ്പോളെയാണ് മോളുള്ളത്. ഞാൻ സമാധാനിച്ച്. അപ്പോൾ ദുർഗയുടെ അമ്മയുടെ ക്യാരക്ടറാണ്. അപ്പോൾ അതെനിക്കൊരു ഓൾമോസ്റ്റ് കുറച്ച് വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ദുർഗയെന്ന്. എന്നെ ഫീൽഡ് ഔട്ട് ആക്കാൻ നിനക്കൊരു ശ്രമം അറിയാം, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. 84-ാമത്തെ വയസ്സിൽ നായകനായിട്ട് അഭിനയിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. പ്രായത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങളവിടെ കോഴിക്കോട് ഒരുപാട് പ്രൊജക്റ്റിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 67 വയസ്സ്, പിന്നെ ആ ഒരു കാലഘട്ടം, പിന്നെ അവരുടെ ക്യാരക്ടർ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അങ്ങനെ വേറെ മനസ്സിലൊന്ന് വെച്ച് വേറെ പുറത്ത് അങ്ങനെയുള്ളതൊന്നുമല്ല, വളരെ കൃത്യമാണ് അവരുടെ ഇമോഷൻസും കാര്യങ്ങളും ഇതുമൊക്കെ. പിന്നെ ആ ഡയലോഗ് MT സാർ എഴുതിയത് ഏത് കാലഘട്ടത്തിൽ എടുക്കുമ്പോഴും ആ ഡയലോഗൊക്കെ അതേപോലെ തന്നെ നമ്മൾ പറയണം. അത് ഒരു വരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റില്ല. കാരണം അത് നമ്മളിപ്പോൾ ഉള്ള സിനിമയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ പിന്നെ എൻ്റെ കൂടെ അഭിനയിക്കുന്നത് ദുർഗയും ലാൽ സാറും ഹരീഷ് പാരഡി അദ്ദേഹം അവരൊക്കെയാണ്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ ഓർക്കുന്നത് മാമുക്ക സാറ്, അദ്ദേഹം ഇപ്പോൾ ഈ പടം ഇറങ്ങുമ്പം കാണാനില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്വർഗം തുറക്കുന്ന സമയത്തിൽ നെടുമുടി വേണു സാർ, അദ്ദേഹവും സിനിമയിൽ ഈ നമ്മുടെ കൂടെ ഇല്ല.
അപ്പം അവർ അടക്കമുള്ള ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാനും അതൊക്കെ എനിക്ക് വലിയ ചലഞ്ചായിരുന്നു. പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു, ദുർഗയുടെ അമ്മയായിട്ട് അഭിനയിച്ചതുകൊണ്ട് ഇനി നായകയുടെ അമ്മയായിട്ട് ഇപ്പോൾ ഒരു 45 വയസ്സൊക്കെ കഴിയട്ടെ, അപ്പം ഞാൻ പറയാം എന്നൊക്കെ. ഇല്ലെങ്കിൽ എന്നോടത്ത് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതിന്റെ കാരണത്താൽ എന്തെങ്കിലും സംഭവിച്ചാൽ ദുർഗ അത് ഏറ്റെടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദുർഗയായിരുന്നു എനിക്ക് ഒരു 2-3 മണിക്കൂർ മേക്കപ്പ് ഉണ്ട്. ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കൂടി ആ ഒരു ഏജൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി ഇവിടെയൊക്കെ കുറേ റിങ്കിൾസൊക്കെ വരുത്താനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ കാരവാനിൽ എൻ്റെ മേക്കപ്പ് അസിസ്റ്റന്റ് കൂടിയായിരുന്നു ദുർഗ. 2 തരത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അല്ല, അമ്മയെ സഹായിച്ചെന്നേ ഉള്ളൂ ഞാൻ. അമ്മയോടൊപ്പം. അതെ, അമ്മയോടൊപ്പം. പിന്നെ എന്റർടൈൻമെന്റ് ചേച്ചി ഒത്തിരി എത്ര മണിക്കൂർ എടുത്തു ചേച്ചി? 3 മണിക്കൂറൊക്കെ എടുക്കും മേക്കപ്പ് ചെയ്യാൻ. അപ്പൊ ചേച്ചി അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുമ്പം നമ്മള് പ്രായമാക്കണ്ട എൻ്റെ ജയരാജേട്ടാ വളരെ. അപ്പൊ ഈ 3 മണിക്കൂർ എന്റർടൈൻമെന്റ് പർപ്പസിനൊക്കെ ഞാൻ അവിടെ ചേച്ചിയുടെ കൂടെ കാരോളിലുണ്ടാവും. പലരും പറയുന്ന ആർട്ടിസ്റ്റുകൾ പറയുന്നിട്ടുണ്ട്, സുരഭി ചേച്ചിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര രസമാണ്, ജോളിയാണ്, തമാശകളൊക്കെ പറഞ്ഞ് സമയം പോണെന്ന് അറിയില്ല. അങ്ങനെയാണോ? പിന്നെ ഇപ്പൊ സമയം പോകുന്ന അറിയുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഈ ഫിലോമിനയുടെ ആ ഒരു മാനറിസംസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇല്ല, പറഞ്ഞിരുന്നില്ല. അതാണ് എനിക്ക് കൺഫ്യൂഷൻ. എന്ത് റോളാണ് ചെയ്തത്, ആ എന്ത് ഫസ്റ്റ് കേട്ടപ്പോൾ സ്ക്രിപ്റ്റ് അയച്ചു തരുന്നില്ലല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു റോള് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, കുറേ പെർമിഷൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പ്രിയൻ സാറ് അശ്വതി ചേച്ചിനെ അവരൊക്കെ വിളിച്ച് പറഞ്ഞു, ഇല്ല സുരഭി തന്നെ ആ ക്യാരക്ടർ ചെയ്യണം എന്ന്. അതെന്താണ് സാറിന് ആ ഒരു കോൺഫിഡൻസ് എന്നൊന്നും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ നാഷണൽ അവാർഡ് വിന്നർ അല്ലേ, പിന്നെന്താണ്? അല്ല, അതുകൊണ്ട് അല്ല, അത് ചെയ്യാവുന്ന വേറെ കുറേ സാറിന് അറിയാത്ത ആക്ടേഴ്സൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി എന്നെ അത് ഏൽപ്പിക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് സാറ് പറഞ്ഞതുപോലെ സിനിമ കാണാതെ മിണ്ടാതെ ഉരിയാടാതെ എന്ന് പറഞ്ഞ പോലെ ഞാൻ പോയി. അത് ചിലപ്പം സാറിനും അത് തന്നെ ആയിരിക്കും വേണ്ടത്. അത് ഒരു അഡാപ്റ്റേഷൻ, ഒരു ഇമിറ്റേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നബീസൂനാണെങ്കിലും ഒക്കെ തന്നെ അത് കുറച്ച് നമ്മൾ അങ്ങനെ ഒരു കമ്പാരിസൺ എന്നുള്ള ഒരു അല്ല, അതിപ്പോൾ കാണുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ മുഴുവൻ കണ്ടില്ലെങ്കിലും പിന്നെ എൻ്റെ പോർഷൻസൊക്കെ കാണുന്ന സമയത്ത് സുരഭിൻ്റെ പിന്നെ ഫിലോമിന ചേച്ചിന് ഒരു ഇതും അതിനകത്ത് വന്നില്ല കേട്ടോ. എനിക്ക് അറിയില്ലല്ലോ അവരങ്ങനെ അഭിനയിച്ചത്. ഇല്ല, ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പാണ് ഞാൻ അത് സെർച്ച് ചെയ്ത് നോക്കുന്നത്. എന്നോട് ഈ ക്യാരക്ടറിൻ്റെ പേര് വിട്ടു. ഇപ്പോൾ കുറേ ആയില്ലേ നമ്മളത് ചെയ്തിട്ട്. എന്തായിരുന്നു, എന്തോ ഒരു ഉമ്മയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് എനിക്ക് ഉള്ളിലൊരു പെടപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ആക്ട് ചെയ്യുമ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം കാണാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിർത്തി, പേരറിഞ്ഞതോടു കൂടി അവിടെ നിർത്തി. ഇനി അങ്ങോട്ട് പോയാൽ പക്ഷേ എനിക്ക് കുറച്ചും കൂടി നന്നാക്കാൻ കുറച്ച് അങ്ങനെയൊക്കെ നമുക്ക് തോന്നില്ല. വേറൊരാൾ ചെയ്തതും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു തോന്നും അവരെക്കാൾ നന്നാവെന്നൊക്കെ തോന്നില്ല. ഇത് ഒന്നും അറിയാണ്ടായപ്പം ഇപ്പം നേരത്തെ ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, പഠിച്ചു പോകുന്നവർക്ക് എക്സാം ഈസി ആയിരിക്കും. അങ്ങനെയല്ല, രണ്ടു കൂട്ടർക്ക് മാത്രമേ ടെൻഷൻ ഉണ്ടാവും. പഠിച്ചു പോയവർക്കും കുറച്ച് പഠിച്ചവർക്കും. ഒന്നും അറിയാണ്ട് പോകുന്നവർക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല എന്ന പോലെ ഞാൻ ഒന്നും അറിയാണ്ട് അങ്ങ് പോയതാ. പിന്നെ സാറ് പിന്നെ നമ്മൾ അഭിനയിക്കുന്നതല്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വലിയ ഭാഗ്യമാണ് കിട്ടിയത്, എനിക്കും ദുർഗയ്ക്കൊക്കെ. ദുർഗയ്ക്ക് ലാൽ സാറിൻ്റെ ഹീറോയിനായിട്ടും ഒക്കെ ഉള്ള ഒരു ഭാഗ്യത്തോ ഒരു അഡീഷണൽ ഇല്ല. നമുക്ക് ഈ പ്രൊജക്ടിന്റെ ഭാഗം പ്രൊജക്ടിന്റെ ഭാഗം ഒന്ന് MT സാറിന്റെ ഞങ്ങളൊന്നും അഭിനയിക്കുന്ന ഇല്ലല്ലോ. സാറൊക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങളില്ല. അതാ, ഞങ്ങൾ അഭിനയിക്കുന്ന സ്ഥലത്ത് സാറില്ല എന്നല്ല, ഏതെങ്കിലും ഒന്ന് അതായത് നമ്മള് വന്നിട്ടില്ല, അഭിനയത്തിലേക്ക് വന്നിട്ടില്ല. നമ്മളല്ലാതെ വായിച്ചിട്ടേ ഉള്ളൂ. ഈ 2ാം മൂഴൊക്കെ സിനിമയാക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊക്കെ തപ്പി നോക്കി ഏതെങ്കിലും എനിക്കോ. അപ്പൊ അത് നമുക്ക് ആഗ്രഹം MT സാറിന്റെ ഒരു കഥയിലൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രമാവുക എന്നുള്ളത് ഏതൊരു ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഗ്രഹമാണ്. അപ്പോൾ അത് മാത്രമല്ല, പ്രിയൻ സാറ്, ലാൽ സാറ്, സാബു സിറിൽ സാർ ആർട്ട്, സന്തോഷ് ശിവൻ സാറ് ക്യാമറ, അങ്ങനെ തുടങ്ങി നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ വലിയ വലിയ മഹാന്മാരുടെ നടുക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവരൊരു നല്ല വാക്ക് ഓക്കെ
ഷോട്ട് ഓക്കെ. ഇന്നിപ്പോൾ പ്രിയൻ സാർ ഡയറക്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ ഇങ്ങനെ സിംഗിൾ ഷോട്ടൊക്കെ വളരെ കുറവാണ്. അങ്ങനെ കട്ട്സ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ആ സിനിമയിൽ എനിക്കൊക്കെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ കഴിഞ്ഞോ തീർന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പം നല്ല അപ്പോൾ സാർ അത് അപ്രിഷ്യേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അത്ര വലിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുകയാണെന്നുള്ളൊരു ഭാരമൊന്നുമില്ല. എല്ലാവരും നല്ല ഈ ഉള്ളിലൊരു പ്രഷർ, ഇപ്പൊ സിനിമ കണ്ടതുകൊണ്ട് തന്നെ ഉള്ളിലൊരു പ്രഷർ ഉണ്ടാവും, എനിക്ക് അത്രയും ഇൻപുട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു. ഒരു പ്രശ്നവും ഇല്ല. ഞാൻ അത് പറഞ്ഞല്ല, ചേച്ചിയുടെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ എൻ്റെ. മറ്റേ ഇങ്ങനെ പോകുന്ന ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ എനിക്ക് അത്രയും ചേച്ചിക്ക് അത്രയും വലിയ ടെൻഷൻ അടിക്കേണ്ട പരിപാടി. ഇന്നസെന്റ് ആവാൻ ഒരു ടെൻഷൻ വേണ്ടായിരുന്നോ? ഇല്ല കുറച്ച് ഇന്നസെന്റ് ആവാൻ എനിക്ക് പറ്റും. അപ്പം ഈ പറഞ്ഞ ചേച്ചിയുടെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ 3 മണിക്കൂർ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിരുന്ന് ഡയലോഗ് പറയണം, അതിൻ്റെ ഇടയിൽ വെറ്റില വയ്ക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ചേച്ചിക്ക്. പിന്നെ ആ ഒരു ഏജിൻ്റെ ആ ഒരു ഇതിലേക്ക് എത്തണം. അറിയില്ലല്ലോ, ഇത്ര പ്രായമൊന്നുമില്ല, ഞാൻ പറയുന്നത് അത്ര പ്രായമൊന്നുമില്ല. പക്ഷെ ലുക്കിൽ മാത്രമല്ല, നമ്മൾ പെർഫോമൻസിലും ആ ഒരു ഏജ് തോന്നിക്കണം. ഒന്ന് ഇരിക്കുകയാണെങ്കിലോ നടക്കുകയാണ്, നമ്മൾ ഡയലോഗിൽ പോലും ആ ഒരു ഏജ് തോന്നിയപ്പോൾ ചേച്ചി നല്ല ചലഞ്ചിങ് ആയിരുന്നു ചേച്ചിക്ക്. എനിക്കവിടെ സുഖമായിരുന്നു. എൻ്റെ ഭയങ്കര നബീസ എന്ന് പറഞ്ഞ കാര്യം ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര സ്വീറ്റടാ പാവം. അപ്പോൾ എനിക്ക് പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് നബീസനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും നബീസനെ പോലെ ഒരാളല്ല. പിന്നെ ഈ സിനിമ കണ്ട് ഇപ്പം ഈ ഓളവും തീരുമ്പോൾ ഞാൻ പഴയത് കണ്ടത് അതുപോലെ അഭിനയിക്കാനല്ല. അതിനകത്ത് ആ കഥാപാത്രം ഉഷാനന്ദിനി മാം ചെയ്ത് വെച്ച സെയിം സാധനമല്ല കൊടുക്കേണ്ടത്. രണ്ട് ആർട്ടിസ്റ്റുകളാണ്, 2 ഡയറക്ടേഴ്സാണ്, കഥ മാത്രമാണ് ഒന്ന്. അപ്പം നമുക്കതിനകത്ത് ഇനി എന്ത് വേറെ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മൾ കണ്ട സിനിമ പോലെ ആയിരിക്കില്ല പ്രിയൻ സാർ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞ കഥ മാത്രമാണ് ഒന്ന്, സംവിധായകർ, അതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെയാണ് എല്ലാം വേറെ ആൾക്കാരാണ്. അപ്പം അങ്ങനെ വന്നപ്പം ഞാൻ കണ്ടതും എനിക്കിതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കണ്ടതേ ഉള്ളൂ. ചേച്ചി പറഞ്ഞ പോലെ അമൃത TV യൂട്യൂബിലല്ലേ ഇന്ന് നോക്കിയത്, അമൃതയിൽ തന്നെ ഞാനും കണ്ടേ. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ഇരുന്ന് നോക്കി കണ്ടതിന് ശേഷമാണ് പ്രിയൻ സാർ ഇത് കാണരുതായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ യൂഷ്വലി ഞാൻ ഏത് സിനിമ ചെയ്യുമ്പോഴും ഞാൻ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതും ചെയ്തു വെച്ച് പോയി. അതിനകത്ത് പഴയ ഓളം തീരത്തിലുള്ള സെയിം അല്ല ഞാൻ നോക്കുന്നത്. ഞാൻ എനിക്ക് എൻ്റെ രീതിയിലുള്ള ഇപ്പം നമ്മൾ ഓരോ ബുക്ക് വായിക്കുമ്പോഴും ഓരോ സിനിമ വായിക്കുമ്പോഴും ഓരോ കഥാപാത്രങ്ങളും നമ്മൾ ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടും വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാൻ കണ്ട നബീസയെ ആണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഞാൻ അവിടെ പോയപ്പം പ്രിയൻ സാർ എല്ലാം പൊളിച്ചടക്കി കൊണ്ടു മുന്നേ ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്, സാറിൻ്റെ ഒരു സാധനം എനിക്ക് തന്നു. പിന്നെ അതായിരുന്നു ഞാൻ അവിടെ പെർഫോം ചെയ്യാൻ പിന്നീട് ഞാൻ കൊടുത്ത സാധനം അതായിരുന്നു. ഇതൊരു സാഹിത്യ രൂപം കൂടിയാണല്ലോ പറഞ്ഞു വരുമ്പോൾ. ഇപ്പം ആ കാലഘട്ടം 69-70 കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള റൊമാൻസുകളല്ല ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്ന സിനിമകളിൽ കണ്ടിട്ടുള്ളത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നീലവെളിച്ചം സിനിമ എടുക്കുമ്പോൾ അതിനകത്തിലെ ഡയലോഗുകളൊക്കെ ആ സാഹിത്യത്തിലെ ഡയലോഗുകളാണ്, പക്ഷെ അത് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് കണക്റ്റ് ആവത്തില്ല. അപ്പം ചിലർക്കാണെങ്കിലും നിരൂപകർക്കാണെങ്കിലും ക്രിഞ്ച് എന്നുള്ളൊരു സാധനം വരും, ഇങ്ങനെ ഇത്രയും പൈങ്കിളി ആവണോ പ്രണയം, റൊമാൻസ് വേണോ? പക്ഷെ നമ്മൾ കഥയെ നോക്കുമ്പോൾ അല്ലെങ്കിൽ സാഹിത്യത്തെ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അത് അനിവാര്യമായിരുന്നു. അപ്പം അത്തരം ഡയലോഗുകൾ പറയുമ്പോൾ എങ്ങനെ സ്വയം അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്, ഇങ്ങനെ പൈങ്കിളി ആകാമോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, നമ്മൾ അങ്ങനെ തോന്നില്ല. കാരണം ഒന്ന്, നമ്മൾ ആ ഡയലോഗ് പറയുമ്പം ഡയലോഗിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളായിട്ടല്ല അതിൽ കാണണം. നമ്മൾ ആ കഥാപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ പറയും. ഇപ്പം ഞാൻ പ്രേമിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ക്രിഞ്ചായിരുന്നു, പുറത്തുനിന്നുള്ളവർക്ക് അത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും, പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതുപോലെ ആ ക്യാരക്ടർ നബീസയായിട്ട് ഇരുന്നത്, നബീസയാണ് ആ ഡയലോഗ് പറയുന്നത്. അവിടെ ഒരിക്കലും ദുർഗ എന്ന് പറയുന്ന ആൾക്ക് അറ്റ് എ ടൈം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അത് നബീസ് അങ്ങനെ പറയും, കൗട്ടിക്കെടുത്താൽ പറയും, അവരുടെ പ്രണയം അങ്ങനെ ആയിരിക്കും. അത് പുറത്തുനിന്നുള്ളവർക്ക് അങ്ങനെ തോന്നുമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ആ സമയത്ത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ കഥാപാത്രമായിരിക്കും, അപ്പോൾ നമുക്ക് പറ്റില്ലല്ലോ. വേറൊരു കാര്യമുണ്ട്, അന്നത്തെ ആക്ടേഴ്സൊക്കെ അത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ആ കാലഘട്ടം നമ്മൾ മാനസികമായിട്ട് അവിടേക്ക് സഞ്ചരിച്ച് നമുക്കത് വലിയ കുഴപ്പമില്ല. കാരണം ഇപ്പൊ ദേവദൂതൻ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ റൊമാൻസ് ഇല്ല, മറ്റേ ഇത് കാണുമ്പോൾ അതിലെ ഡയലോഗൊക്കെ അത് ആ കാലഘട്ടത്തിലാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് കാണുന്നത്.
അതേ സംഭവം പുതിയ ആൾക്കാർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അഭിനയിക്കുമ്പോഴാണ് നമുക്ക് ഇവരിതെന്താ ഇങ്ങനെ ചെയ്യുന്നത്, അതായത് നമ്മളുടെ മുന്നേ ഉള്ള മുൻധാരണകൾ ഉണ്ടല്ലോ, മുന്നേ ചെയ്തു വെച്ചതും അല്ലെങ്കിൽ ഇപ്പോഴുള്ള രീതി ഇതല്ല, പിന്നെ എന്തിനാ ഇപ്പോഴത്തെ ആക്ടേഴ്സ് ഇങ്ങനെ അഭിനയിക്കും, അങ്ങനത്തെ ഒരു ചെറിയൊരു മാനസിക പ്രശ്നം നമുക്കാണെങ്കിലും തോന്നും. അവരഭിനയിക്കുമ്പോൾ കുറച്ച് നാടകമായി പോയോ എന്നൊക്കെ നമുക്ക് ഒരു കുറച്ചും കൂടി ഡ്രാമ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമ എടുക്കുമ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് മാറ്റിയിട്ടല്ല അത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അത് അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു കൃതിയുടെ ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ അത് 67 എന്നൊക്കെ പറയുമ്പോൾ എത്ര കാലം മുമ്പുള്ളതാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന രീതിക്കും അവരുടെ എല്ലാത്തിനും വളരെ വളരെ വ്യത്യാസമുണ്ട്. ജയരാജേട്ടന് വളരെ ഈസി ആയിരുന്നു എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഇല്ല, നമ്മൾ ലുക്ക് വൈസ് ഒക്കെ നമ്മൾ അത്രയും കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ ലുക്ക് വൈസ് വന്നിട്ട് ഇപ്പോഴത്തെ ഒരു സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള രീതിയിൽ നമ്മൾ യോ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിയാവില്ല. ജയരാജ് സാർ പറയോ എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തെയും ആ ഒരു കൃതിയെയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കൂടിച്ചേരുമ്പോൾ സംഭവിക്കുന്നതിനെ കുറിച്ച്? എനിക്ക് തോന്നുന്നിപ്പോൾ ഇവർ പറഞ്ഞ മാതിരി MT സാറിൻ്റെ ഡയലോഗ്സിൽ ഇപ്പം പൈങ്കിളിമാരി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് ആ സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത വന്നത്. ആ കാലഘട്ടത്തിനനുസരിച്ച് ആവുമ്പോഴും അതിൻ്റെ ആ എഴുത്തിൻ്റെതായ ആ മൂല്യങ്ങളൊന്ന് അതിനുണ്ടായിട്ടുണ്ടാവുന്ന കാര്യം എനിക്ക് തോന്നുന്നത്. സാർ ഇപ്പം ഒരു ചെറുകഥ വായിച്ചിരുന്നോ? ഓണത്തിനും വായിച്ചിട്ടുണ്ട്. ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പം ഈ സാഹിത്യത്തിൽ ജീവിക്കുക എന്നുള്ളൊരു ഫാൻറ്റസിയിൽ ഇപ്പം എഴുതാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും നമ്മളൊരു കൃതി വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറുകഥ വായിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രമായി മാറുന്ന ഒരു ഫാൻറ്റസിയിലേക്ക് പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയല്ലേ? അങ്ങനെ എന്തെങ്കിലും സാറിന് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ കഥാപാത്രങ്ങൾ സിനിമ കാണുമ്പോഴോ? വായിക്കുമ്പോൾ ഉണ്ടാവും. വായിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഞാൻ വായിച്ച നായകനായിരിക്കില്ല നിങ്ങൾ വായിച്ചാൽ കാണുന്നത് ഒക്കെ വിവരം തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളെ മനസ്സിൽ സഞ്ചരിക്കുന്ന നായകനും നായികയും അവരുടെ സംസാരമൊക്കെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും. അതും വേറൊരാൾ വായിക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കുമല്ലോ വരിക. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ നമ്മൾ തന്നെയായിരിക്കും. ഒരു വായിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് കുറേ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വായിച്ച് പോവാം. വായനക്ക് അസുഖമുണ്ട്, പക്ഷേ വിഷ്വൽ കാണുമ്പോൾ അത് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞല്ലോ എന്നാളാന്നുള്ളത്. അതെ. അടുത്തത് ചോദിക്കാനുള്ള മോഹൻലാൽ എന്ന നടനെ കുറിച്ചിട്ടാണ്. അദ്ദേഹവുമായിട്ട് ആദ്യമായിട്ടാണ് ഒരു സ്ക്രീൻ സ്പേസ് ഇടുന്ന ഒരു അല്ല നായികയാവുന്നത് ആദ്യമായി ജിത്തു സാറിന്റെ റാം സിനിമ. ഓക്കെ. അപ്പം നമ്മൾ ആദ്യത്തെ ഓളം തീരത്തില് മധുവിൻ്റെ ക്യാരക്ടർ ഒരു ഏർലി 30s ഒരു 20s ആ ഒരു ഏജിൽ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രത്തെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ഇതിനകത്തിൽ മോഹൻലാൽ അങ്ങനെ നോക്കുമ്പം എന്തായാലും ദുർഗ കണ്ടിട്ടുള്ളതാണല്ലോ പഴയ സിനിമ. അപ്പം എങ്ങനെയുണ്ട് മോഹൻലാലിൻ്റെ ആ ഒരു രീതികളൊക്കെ? ഞാൻ അതിനകത്തൊട്ടും പഴയ മധു സാറിനെയും അദ്ദേഹം പഴയ രീതിയിലേക്ക് അഭിനയിക്കുന്ന ഒരു രീതിയെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അഭിനയിക്കുന്ന രീതി ഇല്ല, ലാലേട്ടൻ പിന്നെ എല്ലാവർക്കും ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതെന്നല്ല. മോഹൻലാലിനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത് അതൊക്കെ എന്തിനാ ഞാൻ പറയുന്നത്, എല്ലാവർക്കും അറിയാം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ആക്ടറെ പറ്റിയിട്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്ത് സാധനം കൊടുത്തു കഴിഞ്ഞാലും അത് എന്താ പറയുക വേറെ ലെവലാക്കിയിട്ട് ആൾത്തരും നമുക്ക്. ഇപ്പം ഇതിനകത്താണെങ്കിലും നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ലാലേട്ടൻ്റെ കുറച്ച് പോർഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ തോന്നിയത്? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. ഇല്ലേ? തോന്നിയിട്ടില്ല? അത് മാത്രമല്ല പഴയ അത് അങ്ങനെയാണോ, പഴയ ഒരു സാധനമാണോ തോന്നി? പഴയ പണ്ട് കാലത്തുള്ള അത് അങ്ങനെയാണോ? പൂർണ്ണമായിട്ട് ആ ഒരു പഴയ സാധനം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ഭയങ്കര അങ്ങോട്ട് പഴയ ആ ഒരു നാടകത്തിലേക്ക് പോയിട്ടുമില്ല, എന്നാൽ അപ്പുറത്തേക്ക് ഇങ്ങോട്ട് എത്തിയിട്ട് ഇതിന്റെ ഇടയിലുള്ള ഒരു മീറ്റർ നമ്മൾ പിടിച്ചാൽ തോന്നുന്നു ചേച്ചി. അങ്ങനെയുള്ള ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നു. പ്രിയൻ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അവർ ചോദിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലാലേട്ടന്റെ പെർഫോമൻസും പഴയ മധു സാറിന്റെ പെർഫോമൻസ് ദുർഗ കണ്ടല്ലോ, ലാൽ സാറിന്റെ പെർഫോമൻസും കണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മള് ഇപ്പം ഈ ഓളം തീരം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെറിയൊരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് മോഹൻലാലിന്റെ. നമുക്കത് അങ്ങനത്തെ വീഡിയോസ്, ഷൂട്ടിംഗ് വീഡിയോസിലൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങളൊക്കെയാണ് അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വെള്ളത്തിലേക്ക് ചാടുന്ന സാറ് ഡ്യൂപ്പില്ലാതെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു
ഈ ഒരു ഇത് ചെയ്യണം എന്നുള്ള. പ്രിയൻ സാറ് തന്നെ അദ്ദേഹത്തിന് സിനിമ ചെയ്യണം എന്ന് ആഗ്രഹം വന്നത് ഈ ഒരു ഓളവും തീരവും വായിച്ചപ്പോഴേ ഇത് എപ്പോഴെങ്കിലും റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊക്കെ കിട്ടിയ ഭാഗ്യം ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ലാലേട്ടൻ്റെ ഇപ്പം ഇതിനകത്ത് പറഞ്ഞ പോലെ മധുസാറിൻ്റെ നമ്മൾ സിനിമ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇത് ലാലേട്ടനെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഷോട്ടിൻ്റെ സമയത്ത് ഇപ്പം അഭിനയിക്കുമ്പോൾ ഞാനും ലാലേട്ടനും കൂടെ ഉള്ള ഒരു സീനാവുന്ന സമയത്ത് അവിടെ എനിക്ക് എന്തായാലും ദുർഗയിൽ നിന്ന് വിട്ടുപോകും ഞാൻ. ആ സമയത്ത് നമുക്ക് അവരുടെ പെർഫോമൻസ് കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കാനുള്ള പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ടെൻറ്റിനകത്ത് ഇരിക്കുന്ന സമയത്തൊക്കെ ലാലേട്ടൻ്റെ മാത്രം ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലൊക്കെ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ആസ്വദിച്ചു എങ്ങനെയാണ് ആൾക്ക് ഇത്ര പെട്ടെന്ന് ആ ആക്ഷൻ പറയുന്ന സമയത്ത് അതുവരെ ഇപ്പം നമ്മളൊക്കെ ഞാനാണെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യും ചേച്ചി, മൂഡ് പിടിച്ചിട്ടിരിക്കും. ഇപ്പം എന്താണോ ആ മൂഡ് ആ സാധനം ഞാൻ പിടിച്ചിട്ടിരിക്കാറുണ്ട്. പക്ഷെ ലാലേട്ടൻ സ്വിച്ച് ഇട്ട പോലെ ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറയും. എന്നിട്ട് സ്വിച്ച് ഇട്ട പോലെ ആൾ അഭിനയിക്കും, കട്ട് പറഞ്ഞാൽ ഞാൻ അത് പോകും. അങ്ങനെ ഒരു എന്തോ ഒരു മാജിക് ഉണ്ട് ആൾക്ക്. അപ്പം ഇത് കണ്ടിട്ടുള്ളൊരു എന്താ എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു ഇതിനകത്ത്. കാരണം ഞാൻ ഫസ്റ്റ് ഷൂട്ടിന് ചെല്ലുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ മറ്റേ ലാലേട്ടൻ്റെ കൂടെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ ടെൻഷൻ നമുക്കുണ്ടാവും. പക്ഷേ നമ്മൾ ഷൂട്ടിന് ചെല്ലുന്ന സമയത്ത് രാവിലെ 6 മണിയാണ്, പെരും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പുഴ ഇങ്ങനെ കുത്തി ഒലിച്ച് ഒഴുകുന്നു. പുഴ അതിൻ്റെ അകത്ത് നടുക്കുണ്ട്, പിന്നെ ഒരു മരത്തിൻ്റെ ഇത് കെട്ടിയിട്ട് അതിൻ്റെ നടുക്കുണ്ട് ഉസ്താദ് ഇങ്ങനെ നിൽക്കുന്നു, വടിയൊക്കെ പിടിച്ചിട്ട് ഫുള്ള് മഴ പെയ്തുകൊണ്ടിരിക്കുക. ഫുള്ള് ഒരു തലക്കെട്ടും കെട്ടിങ്ങാണ്ട് ഫുള്ള് മഴയും പെയ്തുങ്ങാണ്ട് ബാക്കി പേരൊക്കെ എന്തൊക്കെയോ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോഴൊക്കെ മഴയും കൊണ്ട് ഈ വടിയും പിടിച്ചിങ്ങനെ നിൽക്കുക. അവിടുന്ന് കുറേ കഴിഞ്ഞ് അപ്പോൾ ഞാൻ നമ്മളൊക്കെ തണുത്തിട്ട് ഇങ്ങനെ എവിടെ കയറി നിൽക്കുക നോക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷട്ടിൻ്റെ അതിൽ കയറി നിൽക്കുക. പിന്നെ അവിടുന്ന് കുറച്ച് നേരം ഷൂട്ട് തുടങ്ങി. പിന്നെ പ്രിയൻ സാറെ അങ്ങോട്ട് വലിക്കുക ഇങ്ങോട്ട് വലിക്കുക അത്ര മതി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്നാലും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എൻ്റെ അടുത്ത് കൂടെ അങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മടങ്ങി വന്ന് ഇതിൻ്റെ മുഖത്തേക്ക് പറഞ്ഞ് നമ്മൾ തമ്മിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ കുറേ വർഷം മുമ്പ് നരൻ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു സീന്, ഒരു ഡയലോഗ്, ഒരു സീനുമാണ് പറഞ്ഞത്. സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. എത്ര മഴയത്തുള്ള സീനാണ്? ആ മഴയത്തുള്ള സീന് അല്ല, അതെടുക്കുന്ന അതല്ല, ഇത് ഈ മഴ സീൻ കഴിഞ്ഞ പാട്. ഞാൻ വിചാരിക്കുന്നത് എത്രയോ വർഷം മുമ്പ് കണ്ട ഒരു ഡയലോഗ് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് മനസ്സിൽ നമ്മുടെ ചിത്രം അവരെ മനസ്സിലുണ്ടായെന്ന് പറയുമ്പോൾ അതോടുകൂടി തന്നെ എനിക്ക് പിന്നെ പേടിക്കാനില്ലാതായി. കാരണം ഇനി അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് സിനിമകളും ആസ്വദിക്കാൻ എത്ര സിനിമകൾ കഴിഞ്ഞിട്ടുണ്ടാവും ശേഷം. എന്നിട്ട് പോലും ഒരുപാട് പടങ്ങൾ കഴിഞ്ഞ ശേഷം ഇതിനകത്ത് വരുന്നത്. സുരഭിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിനോടുള്ളത്? എനിക്ക് ഞങ്ങൾ തമ്മിൽ പരിചയമില്ല, മീൻസ് ക്യാരക്ടേഴ്സ് തമ്മിൽ വിഭാത്തും അതുപോലെ ബാപ്പുട്ടിയും തമ്മിൽ പരിചയം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് പെരുമാറിയത്. അപ്പോൾ ഞാൻ വെച്ചാൽ നേരത്തെ നമുക്ക് പരിചയം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടർ ടു ആക്ടർ എന്തെങ്കിലും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആ ഒരു ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ നമ്മൾ കൂടെ എന്തെങ്കിലും ഒരു നമ്മൾ തമ്മിലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവൂലേ, രണ്ടുപേർ അഭിനയിക്കുമ്പോൾ അങ്ങനെയൊന്നും ആദ്യത്തെ ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചു ദൈവമേ, അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ നിങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ സംസാരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നീക്കാം, നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ട്, ഓക്കെ ഞാൻ അങ്ങോട്ട് നിൽക്കാം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ യാതൊരുവിധ ഇതും ആദ്യത്തെ ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ പരിചയമില്ല, അദ്ദേഹത്തിന് മീബാത്തുവിനെ പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മയാണ് ഞാൻ. എനിക്കും ഇയാളെ ആദ്യമായിട്ട് കാണണം, ആരാ എന്ന് ചോദിച്ചിട്ടാണ് ഞാനും മുന്നോട്ട് നിൽക്കുന്നത്. പക്ഷെ എനിക്കറിയാലോ എന്നുള്ളൊരു ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് എന്നെ ഒട്ടും അറിയാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് വേണ്ടത്, ഇതാണ് എനിക്ക് മുന്നോട്ട് ലഭിക്കാൻ പോകുന്ന റിയാക്ഷൻസ് ഇതായിരിക്കും എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പം അതൊരു പക്ഷേ നല്ല ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അങ്ങനെ നമ്മളോട് അപ്രോച്ച് ചെയ്തതായിരിക്കും. ആ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ
അപ്രോച്ച് ചെയ്തതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അത് അപ്പം ലാൽ സാറാണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും എൻ്റെ സീൻസൊക്കെ ഞാൻ അവിടെ നിന്ന് ഡയലോഗൊക്കെ പറഞ്ഞു. എനിക്ക് തെറ്റിപ്പോയി, കാരണം ഇവരൊക്കെ വലിയ ആക്ടേഴ്സാണ്. അപ്പോൾ സാർ അവിടെ നിന്ന് ഡയലോഗ് പറയുമ്പോൾ ഞാൻ കാരണം ഒരു റീടേക്ക് പോകുമ്പോൾ എന്നുള്ളൊരു ഫീൽ വരരുത്, ഒരു പ്രയാസം വരരുത്, ഒരാൾക്കും വരരുത് എന്നുള്ളൊരു ഫീൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ചലഞ്ചസും ഉള്ളതുകൊണ്ട് ഞാൻ ഓരോന്ന് റിഹേഴ്സൽ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ സാർ അവിടെ നിന്ന് കണ്ണാടിയൊക്കെ മിററൊക്കെ നോക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഓരോരോ ഡയലോഗൊക്കെ ഇട്ട് തന്നു റിഹേഴ്സൽ ചെയ്യാൻ. പിന്നെ 3-ാമത്തെ 4ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ സാർ എൻ്റെ കൂടെ തന്നെ ഞാൻ റിഹേഴ്സൽ ചെയ്യുന്ന പാവം കിടന്ന് കഷ്ടപ്പെടുന്നു എന്ന് കണ്ടതുകൊണ്ട് അദ്ദേഹം എനിക്ക് പിന്നീട് നല്ല ഒരു ഇതായിരുന്നു. പിന്നെ നമ്മളകത്തുള്ള ആ ഒരു സീനൊക്കെ എടുത്തപ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല ഇതായി. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. ഈ എല്ലാവരുടെയും ഒരു എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ MT വാസുദേവൻ നായർ എന്ന ഒരു ലെജൻഡിൻ്റെ വർക്കിൽ അതിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ്. ശരിക്കും ഇനി അത് ഈ ഒരു എന്താണ് ഇപ്പം നിൽക്കുന്ന താരങ്ങൾക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് ഇതിന് ശേഷമോ അങ്ങനെ സംഭവിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാകുന്നില്ല. കാരണം ഇതൊരു വലിയൊരു പ്രോജക്റ്റാണ്, വലിയൊരു സംരംഭമാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും നിറഞ്ഞു നിൽക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകുക എന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊരു നിങ്ങളുടെ കരിയറിലൊരു വലിയൊരു ബ്രേക്ക് തന്നെ, ഒരു നായികക്കല്ലാണത്. കാരണം ഇതിലുള്ള അഭിനയിച്ചിട്ടുള്ള കുറേ പേര് അദ്ദേഹത്തിൻ്റെ പഴയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരും പുതുതായിട്ട് ചെയ്യുന്ന മമ്മൂട്ടി സാറും ലാൽ സാറും ഒക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്കൊക്കെ അതൊരു വലിയൊരു അനുഗ്രഹം കൂടിയായിട്ടാണ് ഭാഗ്യമാണ്. അതെ, തീർച്ചയായിട്ടും. ഒരു യുവ നടി എന്നുള്ള നിലയിലും എനിക്ക് തോന്നുന്നു മറ്റാർക്കും അങ്ങനെ ഇങ്ങനൊരു സൗഭാഗ്യം എന്ന് ഞാൻ പറയട്ടെ അല്ലേ? ആയിരിക്കാം. അതെ, ഞാൻ മാത്രമല്ല അതിനകത്ത് അതല്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിയൻ സാർ ഇത്രയും ലെജൻസിന്റെ കൂടെ. അതെ, ഉറപ്പായിട്ടും. ഓക്കെ, അപ്പം എന്തായാലും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ആന്തോളജിയാണ്. മലയാളത്തിൽ ഒരുപാട് ആന്തോളജി വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരിക്കുന്ന ഒരു ആന്തോളജിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ ഇന്ത്യൻ സിനിമയുടെ തന്നെ എഴുതി ചേർക്കപ്പെട്ട ചരിത്രത്തിലുള്ള ഒരുപാട് പേരാണ് ഇതിൻ്റെ ഭാഗമാകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്കും എന്തായാലും ഭാഗ്യം കിട്ടി. ഞങ്ങളോട് സംസാരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും സിനിമ ഓളവും തീരവും പ്രേക്ഷകരിലേക്ക് തന്നെ എത്തട്ടെ. എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടെ ഗംഭീരാണ്. ഓരോ വർക്കുകളാണല്ലോ അല്ലേ? മനോരഥങ്ങൾ പ്രേക്ഷകർ സംസാരിക്കട്ടെ അതിനെക്കുറിച്ച്, വീണ്ടും സാഹിത്യത്തെക്കുറിച്ച് പ്രേക്ഷകർ സംസാരിക്കട്ടെ. അപ്പോൾ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.